കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇത് കൊട്ടിലപ്പാട്ട്. പണ്ട് കൊട്ടും പാട്ടുമൊക്കെ ഉണ്ടായിരുന്ന തറവാടാണ്. ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല. ഇളം തലമുറയ്ക്ക് ഇത്തിരി തരികിട കൂടി ഉണ്ടെന്നേ ഉള്ളൂ. ഇന്നിവിടെ ഒരു വിശേഷ ദിവസമാണ്, ഒരു കല്യാണം. 50-ൽ താഴെ ബന്ധുമിത്രാദികൾ പങ്കെടുക്കുന്ന ഒരു കൊച്ചു കല്യാണം. ആള് കുറയാനൊരു കാരണമുണ്ട്. സാമൂഹ്യ അകലവും കൊറോണയും ഒന്നുമല്ലാത്ത മറ്റൊരു കാരണം. അത് നമുക്ക് വഴിയെ അറിയാം. അയ്യോ തന്നെ തകട് കൂടിയായിരുന്നു. ഈ കക്ഷി കൊട്ടിലപ്പാട്ട് മഹാറാണിയുടെ ഒരേ ഒരു നേരാങ്ങള പങ്കജാക്ഷൻ. പങ്കജാക്ഷൻ ലോപിച്ച് പങ്കിയും അത് പിന്നെ വികസിച്ച് പങ്കി അമ്മാവനുമായി. ഇന്നത്തെ കല്യാണത്തിന്റെ മൊത്തം നിയന്ത്രണവും കല്യാണം കഴിച്ചിട്ടില്ലാത്ത തന്റെ തലയിലാണെന്നൊരു ഭാവവുമുണ്ട്. പക്ഷെ അത് ആരും അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ആ മോളിലേക്കൊന്നും അങ്ങനെ ഓടി കയറരുത്. കല്യാണമായിട്ട് കൈയും കാലം കൊടിയും കേട്ടോ. അതെ, ഉത്രേശ പോന്ന കുട്ടികൾ വരെന്നെ ഇപ്പൊ പങ്കിയമ്മാവെന്നാ വിളിക്കുന്നത്. എന്റെ ഇതൊന്നും അറിയാണ്ടാ നീ കല്യാണത്തിന് വന്നിരിക്കണത്? അല്ല എന്തപ്പൊന്ന് പരിപാടി? എന്നാലേ ഈ വിളക്കൊന്ന് ആ മണ്ഡപത്തിൽ കൊണ്ടുവച്ചേ. പിന്നെ ഞാനോ? ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കല്യാണം ആരുടെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവർക്കൊക്കെ ഇപ്പൊ കല്യാണം. ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. ഞാനും അന്വേഷിച്ച് നടക്കായിരുന്നു. എന്തായി കാര്യങ്ങളൊക്കെ ഭംഗിയാണ്. ശ്രീയേട്ടാ കാപ്പി വിളിച്ചില്ലേ? അതെ, സദ്യ എവിടെ? അല്ല, സദ്യ എല്ലാം റെഡിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ എത്തണ്ടേ? വണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ സദ്യ ഇവിടെ എത്തും. അപ്പൊ വണ്ടി വിട്ടൂടെ? വണ്ടി ഞാനല്ലോ വിടേണ്ടത്. പിന്നെ ഞങ്ങളെ വിടണ്ടേ? അതെ. അതെന്ത് വർത്താന താൻ അങ്ങനെ പറയണത്? താൻ എന്താ പറഞ്ഞത് കേൾക്കുമ്പോ? സകലമാന പരിപാടികളും ഞങ്ങൾ നോക്കിയോളാം, ഒരു കാര്യം നിങ്ങൾ അറിയണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ തേറ്റത്? അതൊക്കെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അപ്പൊ പറഞ്ഞോണ്ടിരുന്നിട്ടെന്താ കാര്യം? നേരത്തായില്ലേ ഭക്ഷണത്തന്നെ? പക്ഷെ അതിന്റെ ഇടയിൽ ഒരു തിരുത്തുണ്ടല്ലോ. എന്ത് തിരുത്ത്? ഇവിടത്തെ ഒരു സാറ് പറഞ്ഞ് സദ്യ കൊണ്ടുവരാനായിട്ട് പെട്ടി ഓട്ടോറിക്ഷ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്തോളാന്ന് പറഞ്ഞു. പെട്ടി ഓട്ടോറിക്ഷ വിടാം. പെട്ടി ഓട്ടോറിക്ഷ ഉള്ളത് അമ്പിളിക്കുട്ടനാണ്. അപ്പൊ അവൻ പറഞ്ഞിട്ടുണ്ടാവൂലേ? അമ്പിളിക്കുട്ടൻ എന്നാണ് സാറിന്റെ പേര്? അതെ, ഒന്നും പറയണ്ട. അമ്പിളിയേ. ഹലോ, അമ്പിളീസ് കേബിൾ നെറ്റ്വർക്ക്. അതെ, കൊട്ടിലപ്പാട്ട് അമ്പിളിക്കുട്ടനാണ് സംസാരിക്കുന്നത്. അമ്പിളി ഇളയ സന്താനം. നാട്ടിൻപുറത്ത് ഏതെങ്കിലും TV പ്രവർത്തിക്കാതെ വന്നാൽ ഉറക്കം നഷ്ടപ്പെടുന്നത് അമ്പിളിക്കാണ്. കേബിൾ കണക്ഷനാണ് തൊഴിൽ. മണവാളന്റെ കോലവും വേഷവും ഒക്കെ ഉണ്ട്. പക്ഷെ തെറ്റിദ്ധരിക്കണ്ട, ഇതല്ല മണവാളൻ. ഇല്ല, 2 ദിവസത്തേക്ക് ഓഫീസ് തുറക്കില്ല. കല്യാണമാണ്. കല്യാണ തിരക്കൊന്നു കഴിഞ്ഞാൽ ഞാൻ വന്ന് ക്ലിയർ ചെയ്ത് തരാം. വരാ. ശരി എന്നാ. നീ ഇവിടെ ഊഞ്ഞാലാടി കളിക്ക? എന്റെ അമ്മാവൻ എന്താണ്? നീ സദ്യ കൊണ്ടുവരാൻ വണ്ടി വിടാന്ന് പറഞ്ഞിട്ട് വണ്ടി വിട്ടാ? ഏത് സദ്യ? ഇപ്പൊ ഇവിടെ എന്താ നടക്കുന്നത് എനിക്കറിയില്ലേ? ഒരു കാര്യം പറയണ എന്റെ ഇടയിൽ തോണ്ടല്ലേ? എന്താ അമ്മാവൻ പറയണ? നീ എന്താ വണ്ടി വിടാന്ന് പറഞ്ഞിട്ട് വണ്ടി വിടാത്തതെന്ന്? ആരോട് വണ്ടി എവിടെ വിടാന്ന് പറഞ്ഞെന്ന്? ആളുകളൊക്കെ വന്നോണ്ടിരിക്കുക. ഇക്കണ്ട ആൾക്കാർ വന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കണം. എന്റെ ഒരു ഉത്തരവാദിത്വം ആലോചിച്ച് നോക്കണം. അമ്മാവ ഭക്ഷണം കൊടുക്കാനല്ലേ അവരെ ഏൽപ്പിച്ചാണ്. അവരത് കൊണ്ടുവന്ന് വിളമ്പി കൊടുക്കൂലേ? അപ്പൊ അവര് ചെയ്യാന്ന് പറഞ്ഞ അവരങ്ങോട്ട് ചെയ്തോളില്ലേ? പിന്നെ അതിന്റെ ഇടയിൽ കയറിയിട്ട് വണ്ടി വിട്ടു തരാം എന്ന് പറഞ്ഞ പിന്നെ വിടണ്ടേ? ശരിക്കും പറയട്ടോ ഒരു കാര്യം. ആര് വണ്ടി വിട്ടു തരാന്ന് പറഞ്ഞ് നീ പറയണ? ഒരു കാര്യം ഉത്തരവാദിത്വത്തോടെ ഏറ്റു കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് ചെയ്യണം. അമ്മാവൻ ഇത് എന്തിന്റെ ഭ്രാന്താണ്? ഞാൻ തന്നോട് വണ്ടി വിട്ടു തരാന്ന് പറഞ്ഞാണോ? ഇല്ല. പിന്നെന്താ? ഈ സാറ് പറഞ്ഞിട്ടില്ല. പിന്നെ വല്ലോടത്ത് കിടക്കണ സാറുമാര് പറഞ്ഞിട്ട് ഇവിടേക്ക് സദ്യ കൊണ്ടുവരാണ്ടിരിക്കുക. വല്ലോടത്തും കിടക്കണ സാറല്ല സാറേ, ഈ തറവാട്ടിലുള്ള സാറ് തന്നെയാണ് പറഞ്ഞത്. അതും എന്റെ ഓഫീസിൽ വന്നിട്ടാ പറഞ്ഞത്. ഈ വീട്ടിലെ ഏത് സാറാ എന്നോട് ഇത് പറഞ്ഞത്? തറവാട്ടിൽ തന്നെയുള്ള പൊക്കം കുറഞ്ഞൊരു സാറാണ്. പുള്ളി പിണ്ണാക്ക് മേടിക്കാൻ പോണ വഴി എന്റെ ഓഫീസിൽ കയറിയിട്ട് പറഞ്ഞതാണ്. ആളെ കണ്ട എനിക്കറിയാം. പിണ്ണാക്ക് മേടിക്കാൻ പോണ വഴി അപ്പുണ്യാവും. അത് പറ. അപ്പുണ്യേ,
അപ്പുണ്ണി, സന്താനങ്ങളിൽ രണ്ടാമൻ. കാടിയും പുല്ലും കഴിഞ്ഞേ ഉള്ളൂ കല്യാണം. അത്രയ്ക്കിഷ്ടമാണ് പശുക്കളെ. മണവാളനാകാൻ മോഹമില്ലാതില്ല. പക്ഷെ ഇന്നത്തെ കല്യാണത്തിന് ഇവനുമല്ല മണവാളൻ. നന്ദിനിയേ, രമണിയേ, ഇന്ന് കല്യാണം എന്ന് കരുതിയിട്ട് നിങ്ങളെ രണ്ടുള്ള കാര്യം അപ്പുണ്ണിയെ കൊണ്ട് മറന്നു എന്ന് കരുതിയാ? അപ്പുണ്ണി മറക്കൂലട്ടാ. നിങ്ങളെ രണ്ടാളുടെ കാര്യം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പുണ്ണിക്ക് എന്ത് ഇപ്പൊ തരാട്ടാ. അപ്പുണ്ണി ഈ കക്ഷിയാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് ഇവിടുത്തെ രണ്ടാമത്തെ ആൾ അപ്പുണ്ണി. വാ ചോദിച്ചോട്ടെ. ഡാ, നീ എന്താ പരി തപ്പിക്കൊണ്ടിരിക്കുന്നത്? എടാ, ഈ കല്യാണ ദിവസമായിട്ടെങ്കിലും ഈ തൊഴുത്തുനിന്ന് മാറിയെന്നൂടെ നിനക്ക്? അപ്പൊ എന്റെ നന്ദിനിക്ക് രമണിക്ക് ആരാ കാടിവെള്ളം കൊടുക്കുക? ആരാ പുല്ല് കൊടുക്കുക? അമ്മാവൻ കൊടുക്കുവോ? അല്ല അമ്പിളി കൊടുക്കുവോ? ഇവറ്റുള്ള കാര്യം കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് കല്യാണം കേട്ടാ. ഇവറ്റകളുടെ കാര്യം നോക്കി വരുമ്പോ വിളിച്ചേക്കണവര് മുഴുവൻ പട്ടിണിയാവും. എന്തേ? ആ സദ്യ കൊണ്ടുവരാൻ വണ്ടി അപ്പുണ്ണിയേട്ടനേറ്റാ എന്നിട്ട് വിട്ടുകൊടുത്താ? ഇല്ല, നീയല്ലേ വിട്ടു കൊടുക്കട്ടെ, നിന്റെതല്ല അപ്പ. എന്റെ അടുത്ത് ആപ്പയുണ്ടെന്ന് പറഞ്ഞ എന്തെങ്കിലും കാര്യമായിട്ട് എന്നോട് പറയണ. പറയണോന്ന്? ഒരു കല്യാണം കൂടെ ആകുമ്പോ ഉത്തരവാദിത്തമില്ല അമ്മാവന്. ഏടാ അപ്പുണ്യ, നീ തീരുമാനിച്ച കാര്യം അവനോട് പറയണ്ടേ? അവൻ അറിയപ്പത് വണ്ടി വിടാന്നുള്ളത്. അവര് മര്യാദക്ക് സാധനങ്ങൾ അവിടുന്ന് വണ്ടിയിൽ കൊണ്ടുവരുന്നതല്ലേ. അപ്പൊ കല്യാണമുള്ളവരെ നിനക്കറിയില്ലേ? പ്രാന്തങ്ങട് വന്നിട്ടുള്ള എന്തെങ്കിലും ഇപ്പൊ ചെയ്യാ? വണ്ടി അറേഞ്ച് ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. എന്നോട് പറയാത്തോണ്ട് ഞാനത് അറേഞ്ച് ചെയ്തിട്ടില്ല. അതെ, എന്താ പേര് പറഞ്ഞേ? ഷിജോയ്സ്. ഷിജോയ്സ് ചേട്ടാ, അത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം. ഇപ്പൊ ഞങ്ങൾ ഏറ്റുപോയല്ലോ, അപ്പൊ അത് കുഴപ്പമില്ല. പിന്നെ അവിടെ നമ്മുടെ മണ്ഡപത്തിന്റെ അവിടെ പൂക്കള് ഞാൻ പറഞ്ഞു 2-3 സ്ഥലത്ത് അത് ശരിയായിട്ടില്ല. അതൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് അത് ഞാൻ അറേഞ്ച് ചെയ്യും. ഇത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം. അവസാനം ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല. അതെ, വേണ്ടാത്തേക്ക് ഏറ്റുവെച്ചോണ്ടേ ഇപ്പൊ വിളിച്ചു വരുത്തിയേക്കണവർക്ക് സദ്യ കൊടുക്കാനില്ല. ഇനി ഇത് ഒരു ഗ്ലാസ് വെച്ച് മുക്കി കൊടുക്ക എല്ലാവർക്കും. ഇതാ അപ്പൊ എന്റെ നന്ദിനിക്ക് രമണിക്കോ? അവന്റെ നോക്കെ ഇവിടെ എന്റെ ചൊറിഞ്ഞ് വരണ്ടിരിക്കട്ടാ. ഈ ക്ഷണിച്ചവര് മുഴുവനെ താലികെട്ട് കാണാൻ വന്നിരിക്കല്ല. അത് കഴിയുമ്പോ അവർക്ക് സദ്യ കൊടുക്കണം ഉണ്ണാൻ. അപ്പൊ അമ്മാവൻ സദ്യ കഴിക്കാനാണ് എല്ലാരും ക്ഷണിച്ചിരിക്കണേ. താലികെട്ടിന് ആരെയും ക്ഷണിച്ചില്ലേ? അമ്പിളിയേ, ആനന്ദം ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയുന്നത്? അനന്തൻ മൂത്തവൻ വരയ്ക്കാൻ മിടുക്കനാണ്. അനന്തൻ വരച്ച വരയിലാണ് അനിയന്മാരും അമ്മാവനും. സർവേ വകുപ്പിൽ സർവേയർ ആയതുകൊണ്ട് അവിടെയും ചില വരകളൊക്കെ ഉണ്ട്. ഇന്നത്തെ കല്യാണത്തിൽ വരന്റെ റോളാണ് അനന്തൻ എന്ന് കരുതിയവർക്ക് തെറ്റി. ആനന്ദേട്ടാ, എന്തേ ഇപ്പൊ ശരിക്കും കല്യാണ ചെക്കനായിട്ട് ആണോ? നന്നായി, എനിക്ക് സന്തോഷായി. ഇതെവിടേക്ക് മുല്ലപ്പൂവൊക്കെ? കല്യാണ പെണ്ണ ഒരുക്കണ്ടേ? അപ്പൊ ഇതുവരെ ഒരുക്കില്ലേ? ഇല്ല, പോയിക്കണം. എന്നാ വേഗം പോയി ഒരുക്ക്, സമയം ഒരുപാടായെന്ന്. സമയം ഒരുപാടായോ? അതെ, കല്യാണ പെണ്ണിന്റെ തലേ തന്നെ കാണട്ടെ മുല്ലപ്പൂവൊക്കെ. ഞാൻ ദേ ഒട്ടും പൂ വച്ചിട്ടില്ല. എനിക്ക് വേണ്ട ഇനി. ഓ, കല്യാണ പെണ്ണിന്റെ പൂ വച്ചിട്ട് വേണം. അനന്താ, എന്താണ്? നിന്റെ ഇങ്ങോട്ട് കേറിക്കടാ. നിന്റെ അനുജന്മാർ രണ്ടുപേരും കൂടി കാണിച്ച പണിയുണ്ടോ? എന്തേ? എന്താടാ? ഞാനൊന്നുമല്ല. ആ സദ്യക്ക് ഇവിടുന്ന് വണ്ടി വിടാന്ന് പറഞ്ഞോന്ന്. സദ്യ കൊണ്ടുവരാണ് എന്തിനാ വണ്ടി വിടണത്? നമ്മളെ ഏൽപ്പിച്ചാലേ അവരോട് കൊണ്ടുവരല്ലോ. എന്നാ അങ്ങനല്ല, ഇവിടുന്ന് വണ്ടി വിടാന്ന് പറഞ്ഞു ഉത്തര പുണ്ണി. എന്താണ് നീ വണ്ടി വിടാന്ന് പറഞ്ഞാ? എന്തിന്? നമുക്കിവിടെ വണ്ടി ഉണ്ടല്ലോ, പിന്നെന്താ വിട്ടാല്? നീ വണ്ടി വിട്ടാ? ഇല്ല. എന്താ വിടാതിരുന്നത്? അത് പിന്നെ തോന്നണ്ടേ? അത് തന്നെയല്ലേ ഞാൻ എന്നോട് താഴ്ത്തു വെച്ച് പറഞ്ഞത്. നിങ്ങൾ വണ്ടി വിടാന്ന് പറഞ്ഞ എന്നോട് പറയണ. അതെ, ഇനിയിപ്പോ നിങ്ങളുടെ തർക്കത്തിനൊന്നും ഇവിടെ നേരില്ല. അനന്താ, എന്താ ചെയ്യണ്ടത്? സദ്യ എവിടെ ഉണ്ട്? സദ്യ ഇപ്പൊ കാറ്ററിംഗുകാരുടെ അടുക്കളയില്. എന്റെ അപ്പുണ്ണി, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ നിൽക്കണത് നീ? ഏട്ടാ, നമ്മുടെ വണ്ടി ആകുമ്പോ കാശ് കൊടുക്കണ്ടല്ലോ. വേറെ വണ്ടി ആകുമ്പോ കാശ് കൊടുക്കണ്ട, അത്രയും ഞാൻ ചിന്തിച്ചുള്ളൂ. എന്നാ പിന്നെ നീ അത് അവനോട് പറയണ്ടേ? അത് അവന് തോന്നാലോ, അവൻ ഈ വീട്ടിലാണല്ലേ. എന്റെ ഏട്ട ഇന്ന് ഇവിടെ ഒരു കല്യാണം നടക്കുന്ന ദിവസമായിട്ട് ഞാൻ പെട്ടി വണ്ടി ഓടിച്ചോണ്ട് നടക്കാൻ പോണാണ്. അത് കേബിൾ ഓഫീസിൽ കിടക്കുകയാണ്. അപ്പൊ അവിടുന്ന് മനോഹരനോട് കൊണ്ടുവരാൻ പറഞ്ഞുകൂടായിരുന്നോ? നിൽക്കരുത്. നിന്നോട് ഞാനൊരു കാര്യം പറയാം. മേലാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ നിൽക്കരുത്. ഇടപെട്ട് കഴിഞ്ഞാൽ അത് നടത്തണം. നടത്താൻ സാധിക്കില്ലെങ്കിൽ അത് ഏൽക്കരുത്. ഇനി 3 ആളോട് ഞാനൊരു കാര്യം പറയാം.
കൊട്ടിലപ്പാട്ട് തറവാട്ടിലുള്ള ആളുകൾ മുഴുവൻ പൊട്ടന്മാരാണെന്ന് വന്നവരെ കൊണ്ട് പറയിക്കരുത്. തൃപ്തിയല്ല അമ്മ അവന് കേട്ടപ്പാ. കാലത്തെ കുറിയും തൊട്ട് തെറിയും കേൾക്കാൻ വന്നു. നല്ലൊരു കല്യാണ ദിവസമായിട്ട് കേൾക്കാനുള്ളതൊക്കെ എന്തായാലും കേട്ടു. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടത്? ഒന്നും ചെയ്യണ്ട, ഞാൻ വിളിച്ചോളാം വണ്ടിക്കാരൊക്കെ. എന്നാ എന്നെ നല്ലത്. ആ വണ്ടി വിടും. വണ്ടി ഞാൻ ഏൽപ്പിച്ചോളാം. അയ്യ അതല്ല, ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങി പോണല്ലോ. എവിടെ പോണേ? കളിപ്പിക്കുന്നു. എന്തൊരു ഓട്ടമാണ്. വീട്ടിൽ പറഞ്ഞതല്ലേ ഇങ്ങനെ കിടന്ന് ഓടണത്. ആ വെള്ളം എടുക്ക്, മോള് കുടിക്ക്. ഓ സരോനി, എന്താടി ഇങ്ങനെ ഓടി നടന്ന വല്ലയിടത്ത് തട്ടി വീഴില്ലേ? ആ ഞാനങ്ങനെ വീഴൂല. പിള്ളേരുടെ ഒരു കാര്യം. സാവിത്രി, നമ്മൾ നേരത്തെ പറഞ്ഞ് മുഴുവനാക്കിയില്ലല്ലോ. എന്താ ഈ കെട്ടിയവന്റെ കാര്യം? അതെ ഇവിടെ ഇരിക്കണേളൂ. എന്താടി റെഡി ആവണ്ടേ? റെഡി ആയില്ലേ? ഇങ്ങനെയോ? ആ കല്യാണം എന്നൊരു വിചാരല്ല. എണീക്ക്, മുഹൂർത്തത്തിന് സമയായി. സമയമൊക്കെ ഇനിയുണ്ട്. സമയൊന്നും ഇനിയില്ല. എണീക്ക്. പെണ്ണിന്റെ ഒരു കാര്യം. വെക്കണ്ടേ? ആ വെക്കാം. ശരി. ഇവിടെ ഇതാ അവിടെ. ഇതും കൂടെ വാ. എല്ലാത്തിനും എന്റെ കണ്ണ് തന്നെ വേണം ഇവിടെ. അവിടെ ഇരിക്കേ. ചേച്ചി തന്നെ പിടിച്ചേ. ഇടി കുറച്ച് പൂ വെച്ചാൽ മതി കേട്ടോ. മണവാട്ടിയില്ലേ, ഞാൻ തീരുമാനിക്കാം. ആ പൂ മുഴുവൻ വെക്കല്ലേ കേട്ടോ കുമാരി. ആ മണവാട്ടി ആകുമ്പോ ഇത്രക്ക് വേണ്ടി വരും. കാര്യം ചോദിച്ചോട്ടെ, ഇതാണ് മണവാട്ടി? ആ ചോദിക്കണേട്ടാ, ഇതാണ് മണവാട്ടിന്ന്. അതേടി, ഞാനാണ് വാട്ടി. എന്തേ? ഇതാണ് കൊട്ടിലപ്പാട്ട് മഹാറാണി സീതാലക്ഷ്മി. നാം പരിചയപ്പെട്ട 3 ആൺമക്കളെ പെറ്റു പോറ്റിയവൾ. ചിലപ്പോൾ സീതയാവും, ചിലപ്പോൾ ലക്ഷ്മിയാവും, ഇഷ്ടക്കേട് കണ്ടാൽ ഭദ്രകാളിയും. ഇപ്പോൾ മണവാട്ടിയുമായി. അപ്പം മണവാളനോ? അതൊരു സർപ്രൈസാ. അയ്യോ, ശ്വാസം പൊട്ടിപ്പോയി. സീതാലക്ഷ്മിയുടെ ഭർത്താവ് ബലരാമൻ. പഴയ ബലമൊന്നും ഇപ്പോഴില്ല. അത് സമ്മതിക്കാൻ തയ്യാറുമല്ല. കെട്ടുപ്രായം കഴിഞ്ഞൊന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ ഇതിത്തിരി കടന്ന കൈയായി പോയി. ഇന്നത്തെ മണവാളനാണേ. അതെ, ദുബായിക്ക് വെച്ചിട്ട് അയച്ചു കൂടിപ്പോയി. ഇപ്പൊ കുടുങ്ങി ചത്തേനെ. എങ്ങനെയുണ്ട്? ഇപ്പൊ എന്നെ കണ്ട ഒരു മണവാളിനെ പോലല്ലേ? പോലെയല്ല, മണവാളൻ തന്നെ. അയ്യോ, അല്ല നീ എപ്പോ വന്ന്? എന്റെ ഒരേ ഒരു പെങ്ങളാ. എന്താ താമസിച്ചേ? ക്ഷണിക്കാത്ത കല്യാണത്തിന് പിന്നെ ഞാൻ എപ്പോ വരണം? ക്ഷണിക്കാത്ത കല്യാണോ? ഏട്ടനായിപ്പോയി അല്ലെ ഞാൻ കാണിക്കായിരുന്നു. പതുക്കെ പറയാൻ, നമ്മുടെ ഇവിടെ ആളുകൾ ഇരിപ്പുണ്ട് കല്യാണത്തിന്. അല്ല, ഞാൻ അനന്തനോട് പറഞ്ഞില്ലല്ലോ നിന്നെ വിളിക്കാനാ. വിളിച്ചില്ലയോ? വിളിച്ചു. നിങ്ങളുടെ അല്ലേ മോൻ, അവൻ പറഞ്ഞില്ല. 10 ഗുണം 10 ഗുണം. എടാ, അവൻ എന്നോട് പറഞ്ഞല്ലോ വിളിച്ചെന്ന്. ഏതായാലും ഏട്ടൻ ഒരുങ്ങിക്കോ, ഞാൻ അവനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. പെങ്ങളെ, വഴക്കും മക്കളൊന്നും ഉണ്ടാക്കല്ലേ. നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് സംസാരിക്കാം. അത് ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ. തീരുമാനിച്ചു കേട്ടോ. എന്റെ പെങ്ങളാ, വഴക്കിട്ട് പോകാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നതല്ലേ. കല്യാണത്തിനൊന്നും കൊടുത്തില്ല, അതിനു മുമ്പ് വഴക്കിട്ടങ്ങ് പോകും. നിങ്ങൾ രണ്ടുകൂടെ കണ്ടു. അപ്പൊ ഏട്ടാ, എന്താ ഇത്? ഇത് അച്ഛനും അമ്മയ്ക്കും കല്യാണം കഴിക്കാനുള്ള മാല. ഇത് ഇവിടെ പിടിച്ചുകൊണ്ടിരുന്നല്ല, അതുകൊണ്ട് മണ്ഡപത്തിൽ വെക്ക്. അതെ അമ്പിളി, അച്ഛന്റെ അമ്മയുടെ ഈ ഫോട്ടോയുടെ മേലെ ഒരു മാല ഇട്ടാ നന്നാവൂലേ? അതൊക്കെ മരിക്കുമ്പോഴാണ് തൂക്കണ, കല്യാണത്തിന് അങ്ങനെ ഇല്ല. എനിക്കറിയാം. ഞാൻ നിനക്ക് ബുദ്ധി ഉണ്ടോ നോക്കിയല്ലേ. അത് നന്നായി. അനന്തേട്ടാ, അച്ഛന്റെ അമ്മയുടെ കല്യാണം വന്നപ്പോ വീട്ടിൽ സന്തോഷമായില്ലേ? ആ സന്തോഷായി. അയ്യോ, എന്തൊട്ടി? അപ്പച്ചി ഇതിനെന്തിനാ വിളിച്ചത്? അപ്പച്ചി, നിങ്ങൾ അറിയോ ഈ അപ്പച്ചിയെ? അറിയാതെ. എടാ, ഇന്നേ ദിവസം നിങ്ങളുടെ അച്ഛന്റെ കല്യാണാണോ? അതെ. എന്നെ വിളിക്കണം. അതായത് നിന്റെ അച്ഛന്റെ ഒരേ ഒരു പെങ്ങളാ ഞാൻ. അതെ. എന്നെ കല്യാണത്തിന് വിളിക്കണോന്ന് നിന്റെ അച്ഛൻ നിന്നെ ഏൽപ്പിച്ചിരുന്നോ? ഏൽപ്പിച്ചിരുന്നേ. ഞാൻ വിളിക്കുകയും ചെയ്തു. ഇല്ലെന്ന് 2-3-4 പ്രാവശ്യം ഞാൻ വിളിച്ച്. ആ, മുറ്റത്തിറങ്ങി നിന്ന് ഉറക്ക വിളിച്ചു കാണും, അപ്പച്ചിയേ അച്ഛന്റെ കല്യാണാണേ വരണേന്ന്. അങ്ങനെ വിളിച്ചാ കിട്ടത്തില്ല.
നിന്റെ ഫോണിൽ നിന്നും എന്റെ ഫോണിലേക്ക് എന്റെ നമ്പറിൽ കുത്തി വിളിക്കണം. അപ്പൊ എനിക്ക് കിട്ടും. അങ്ങനെ തന്നെ വിളിച്ചായിരുന്നു. അല്ലാണ്ട് പിന്നെ എങ്ങനെ വിളിക്കും? അല്ല അപ്പച്ചിയെ, അപ്പച്ചിന്റെ കല്യാണത്തിന് വിളിച്ചാ അപ്പച്ചി ഇവിടെ വന്ന് അലമ്പാക്കുന്ന അനന്തേട്ടൻ പറഞ്ഞു. എന്തിനാണ് അപ്പുണ്ണിയെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞില്ലേ? ഈ അപ്പച്ചിയല്ല, ഇത് അച്ഛന്റെ ആകെ ഒരു പെങ്ങൾ, അത് വേറെ അപ്പച്ചി. അവൻ ആവശ്യമില്ലാത്ത ഒരു കാര്യവും പറയല, അവൻ സത്യമാ പറഞ്ഞത്. നീ അത് ചെയ്യും, നീ അച്ഛന്റെ മോനല്ലേ. എന്റെ അപ്പച്ചി എന്താണ് ഈ പറയുന്നത്? എന്തായാലും വന്നല്ലോ, സന്തോഷം. വന്നല്ലോ, സന്തോഷായി. നാണ ഇല്ലല്ലോടാ നിനക്കൊക്കെ. മുടിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന അച്ഛന്റെ കല്യാണം നടത്താനിരിക്കുന്ന മക്കള്. അപ്പച്ചി ഈ കല്യാണം നടത്താനുള്ള കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അച്ഛനും അമ്മയും ഒളിച്ചോടിയാണല്ലോ കല്യാണം കഴിച്ചത്. ഇവിടെ ഒരു ജ്യോത്സ്യം വന്ന് പ്രശ്നം വെച്ചപ്പോ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം ആചാരപ്രകാരം നടക്കാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ മക്കളുടെ കല്യാണം നടക്കാത്തതെന്ന് കണ്ട്. അപ്പൊ ഞങ്ങളുടെ കല്യാണം നടന്നോട്ടെ എന്ന് വെച്ചിട്ട് അവര് അതിനു വേണ്ടി മുതിർന്നതാണ്, അല്ലാതെ ആർഭാടമായിട്ടൊന്നും കല്യാണം അല്ല ഇത്. അതായത് അച്ഛന്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം അതേ പന്തലിൽ 3 മക്കളുടെയും കല്യാണം. അതൊക്കെ എങ്ങനെ നടക്കും അപ്പച്ചി? നടക്കിയല്ലേ, ജോത്സ്യം പറഞ്ഞില്ലേ നടക്കുമെന്ന്. ഏതായാലും വന്നല്ലോ, കല്യാണം കൂടിയിട്ട് പോവാം. അപ്പച്ചി സദ്യ ഉണ്ട്, 2 തരം പായസം ഉണ്ട്, കഴിച്ചിട്ട് പോവാ. ഞാൻ നിന്റെ അച്ഛന്റെ കല്യാണം കൂടാൻ വന്നൊന്നുമല്ല, നിന്റെ ഒക്കെ മുഖത്ത് നോക്കി 4 പറയാൻ വന്ന മൊട്ടലില്ലാത്തവന്മാര്. പായസമൊക്കെ കൂട്ടി എന്റെ മക്കളങ്ങ് കഴിച്ചു കേട്ടോ. ഞാൻ പോണു. നല്ല തിളച്ച പായസം കോരി ഒഴുകണം തള്ളട അണ്ണാക്കില്. പായസം കുടിച്ചിട്ട് പോയാൽ മതി, അപ്പച്ചി അനുഗ്രഹിക്കണോന്ന് പറഞ്ഞതാണ്. മനസ്സിലായി മനസ്സിലായി. ഒടുക്കത്തെ ചെയ്യാം. എങ്ങനെ തേടി വന്നിതല്ല? അപ്പൊ അനന്തേട്ടന് ശരിക്കും കല്യാണം വിളിച്ചാൽ എന്തൊക്കെ നീ എന്താ പറഞ്ഞത്? പറഞ്ഞാലോ കാര്യങ്ങളൊക്കെ. ആ ടി പതുക്കെ, തല പൊളിക്കുമല്ലോ മനുഷ്യന്റെ. കുമാരിനെ മനസ്സിലായില്ലേ? ഇല്ല. നമ്മുടെ അപ്പുറത്തെ പീതാംബരേട്ടന്റെ മോളാ. എനിക്കൊരു സഹായത്തിന് എപ്പോഴും വരുള്ളൂ. കഥയൊക്കെ പിന്നെ പറയാം, അവിടെ അടങ്ങിയിരിക്കും. ആഹാ, മണവാളനോ? കൊള്ളാലോ. മണവാളിനൊക്കെ കൊള്ളാം, പക്ഷെ കല്യാണത്തിന് മുമ്പേ മണവാട്ടിയുടെ മുറിയിൽ എന്താ കാര്യം? കാരണവന്മാരറിഞ്ഞ വിഷയാവേ. ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ? സീതാലക്ഷ്മി, എന്താ കേട്ടാ? എന്റെ വാച്ച് എന്തിയേ? കയ്യിലില്ലേ? കയ്യിലില്ല. ആ എന്നാ മുറി കാണും. മുറിയിലില്ല. കാണുമെന്നേ, നിങ്ങൾ ശരിക്കും നോക്കാഞ്ഞിട്ട്. ഞാൻ ശരിക്കും നോക്കിയതാ. ഓ, നിങ്ങളുടെ നോട്ടമല്ലേ, എനിക്കറിയാലോ. ഒന്ന് പോയിട്ട് ചൊവ്വിനൊന്ന് നോക്കിക്കേ. എടി അവിടെ ഇല്ലെന്ന്. എന്റെ ബലരാമേട്ട, അത് എവിടെ പോവാനാ? അവിടെ തന്നെ കാണുമെന്നേ, നിങ്ങളൊന്ന് ശരിക്കും നോക്ക്. ഞാൻ അവിടെ ശരിക്കും ഒന്ന് നോക്കിയതാണ്, അവിടെ എങ്ങും ഇല്ലെന്ന്. ശരിക്കും നോക്കിന്ന് നോക്കി കാണത്തില്ലെന്ന് ചുമ്മാ പറയുന്ന. എടി നിനക്ക് അറിഞ്ഞൂടെ ബലരാമേട്ടന്റെ നോട്ടമൊക്കെ? ഒന്ന് പോവാ മനുഷ്യ. നീ വന്ന് നോക്കിയെടുത്താടി. അതിന് നോക്കിയെടുത്തരാൻ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? വേണമെങ്കിൽ പോയി തപ്പിയെടുക്കുക. എനിക്ക് റെഡി ആവണ്ടേ? വാച്ച് തപ്പിയെടുക്കാനേ റെഡി ആവുന്ന നേരത്ത്. ഇപ്പൊ എത്തിയുള്ള അതെ അമ്മാവാ, ഒരു പ്രശ്നം ഉണ്ടെന്ന് അവിടത്തോളം വന്നു സംസാരിക്കാണ്ടെന്ന്. ഒരു പ്രശ്നം ഉണ്ടെന്ന് അവിടത്തോളം വന്ന്. അനന്തേട്ടാ, അനന്തേട്ടാ, അയ്യോ ഒന്ന് നിർത്തിയ ഒന്ന് തല്ലി പൊട്ടിക്കാൻ നിർത്തേ. അതെ, അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അവിടത്തോളം വന്നു. ഒരു പ്രശ്നമൊന്നും കല്യാണം ഒതുക്കോ ഒതുക്കോ. എന്താണ് അത്? ഈ കല്യാണം നടക്കൂല കേട്ടാ. കല്യാണം നടക്കൂലെന്ന്. ആ പെണ്ണിറങ്ങൂലെന്ന്. പെണ്ണടഞ്ഞു നിൽക്കാണ്. എന്ത് ഇപ്രാന്തം പറയണേ? ഇതെന്താ വല്ല ഉത്സവത്തിന് ആന ഇടഞ്ഞു നിൽക്കാന്ന് പറഞ്ഞ പോലെ ആ പാപ്പാനെ വിളിച്ച് തളയ്ക്കുന്ന അച്ഛനെ വിളിക്കും. ആ അച്ഛനായിട്ട് തന്നെയാണ് ഇടഞ്ഞേക്കണത്. എന്താ കാര്യമൊന്നുമില്ലേ? എന്താ കാര്യം എന്നാ കുമാരി വന്ന് പറഞ്ഞാണ് എന്നോട്. എടാ എന്താ പ്രശ്നം എന്താണ്? അത് അച്ഛനെന്തോ വാച്ചാ കീച്ച എന്തോ അന്വേഷിച്ച് അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മക്കത് ഇഷ്ടമായില്ല. അവർ 1-2 പറഞ്ഞ് അങ്ങോട്ട് ഇടഞ്ഞ്. ഇപ്പൊ അതേ അനന്തേട്ടന്റെ റൂമിൽ പോയി അച്ഛൻ തപസിരിക്കുകയാണ്. എന്റെ റൂമിലേക്ക് എന്തിനു പോയി? ആരെയും കാണണ്ട, മിണ്ടല്ല, ഈ കല്യാണത്തിന് ഇല്ലാന്ന്. എന്താണ് ഈ അച്ഛനും അമ്മയ്ക്കും വട്ടോ ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട്? കുടുംബക്കാരുടെ മുമ്പിൽ നാണം കെടുത്താൻ വേണ്ടിട്ട് ഇറങ്ങി വരാൻ പറയണം. ഞാൻ പറഞ്ഞാൽ കേൾക്കണ എങ്ങനെയാണ്? അമ്മാവ് മുൻകൈ എടുത്തിട്ട് രണ്ടുപേരോട് സംസാരിക്കും. അമ്മാവൻ ചെല്ല്, അതാ നല്ലത്. ഞാൻ ഒറ്റയ്ക്കാ. അല്ല പിന്നെ എല്ലാരും കൂടെയോ? അനന്തേട്ടനും ചെല്ലു. നാറിപ്പോകോട്ട് ഇവിടെ കിടന്നു. ഒന്ന് ചെല്ലുന്നു.
നീ എന്തിനാ എന്റെ നടക്ക് കയറി നിൽക്കണം? നീ താഴേക്ക് തന്നെ വരണവർക്ക് വെള്ളം എടുത്തു കൊടുത്തൂടെ? ചേച്ചി പങ്കി നീ മിണ്ടരുത്, എന്നെ അറിയാലോ നിനക്ക്. എന്തൊരു കഷ്ടാന്ന് ഒഴുക്കി ആ ക്ഷണിച്ച ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് ഇപ്പോഴാണ് ഇങ്ങനെ കിടന്ന് കാണിക്കണത്. എന്താ അമ്മ ഇത്? അമ്മ ഇത് ആരോടാണ് ഈ വാശി കാണിക്കുന്നത്? ഈ നാട്ടിലുള്ള ആളുകളോട് മുഴുവൻ ഈ കല്യാണം ഉണ്ടെന്നും പറഞ്ഞിട്ട് എല്ലാരും വന്നിരിക്കുകയാണ്. ഈ സമയത്ത് പിന്നെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞാല് നിന്റെ അച്ഛന് വേറെ പെണ്ണാലോചന. ഇനിയിപ്പോ ഈ സമയത്ത് അച്ഛന് വേറെ പെണ്ണിന് കിട്ടുവാ? അമ്മേ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. അച്ഛൻ അമ്മയും കാത്തിരിക്കുകയാണ്. വാ ഒന്ന് ഇറങ്ങി വാ. അച്ഛൻ അമ്മേനെ കാത്തിരിക്കണം. അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടാണ്ടവർക്ക് വേണ്ടി കണ്ണി കണ്ടവരെ കൊണ്ടാണ് അമ്മനെ കെട്ടിക്കണേന്ന്. നമ്മുടെ അച്ഛൻ തന്നെയല്ലേ കെട്ടണ? നമ്മുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് തുറന്നു പറ. അല്ല പിന്നെ ഇങ്ങനെ കാണിച്ച് എങ്ങനെ പറയാതിരിക്കണേട്ടാ? ദൈവമേ, കല്യാണം കഴിക്കാത്ത എത്ര നന്നായെന്ന് ഞാൻ ഇപ്പോഴാണ് ആലോചിക്കണം. ആണെന്നേട്ടാ ഞാൻ അച്ഛനോട് മാലയിട്ട് ഇങ്ങോട്ട് വരാൻ പറയും. നമുക്ക് ഇവിടുന്ന് കല്യാണം കഴിക്കാം. ഒന്നും മിണ്ടാണ്ടിരിക്കില്ല പുണ്യെ. പിന്നെ എന്താ അതിന് മാത്രം ഉണ്ടായത് ഇവിടെ? എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ചു. അങ്ങേര് ഇവിടെ വന്ന് മാപ്പ് പറയണം, അപ്പൊ ആലോചിക്കാം. അച്ഛൻ മാപ്പ് പറഞ്ഞിട്ട് അമ്മയുടെ കല്യാണം നടക്കുമെന്ന് തോന്നില്ലട്ടാ. വേണ്ട, ഞാൻ മൂത്തരിച്ച് ഇവിടെ നിന്നോളാം. അമ്മ ഇന്നലെ ഏത് സീരിയലാ കണ്ടത്? പട്ടുസാരി നെക്ലസും മുല്ലപ്പൂവും വെച്ചിട്ട് ഒരു ആദ്യം മെനകെട്ട വർത്താനം ഇരുന്ന് പറയണത്. അല്ല പിന്നെ എങ്ങനെ പറയാതിരിക്കണേ? ആളുകൾ മുഴുവൻ താഴ്ത്തു നിൽക്കുകയാണ് മണവാട്ടിനെ നോക്കി. അതിനെ ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ടാ. ഇത് ആചാരപ്രകാരം നല്ല രീതിയിൽ നമ്മളൊക്കെ കൂടി ഒരു കല്യാണം നടത്തി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് നടക്കണ്ടോ? ആ ചാടിപ്പോരാണ് അതിന്റെ വിധി. അതിനെ നടക്കും. അമ്മാവന് ഒറ്റ ഒരാളാണ് ഇതിനൊക്കെ കാരണക്കാരൻ. പെങ്ങന്മാരെ അടക്കമൊതുക്കത്തോടുകൂടി വളർത്തണം. എന്റെ നെഞ്ചത്തേക്ക് ഇടയ്ക്കറാ. ഒരു അച്ഛനും അമ്മയും മക്കളും വന്നിരിക്കണം. അവസാനമായിട്ട് ചോദിക്കണം, അമ്മ വരുന്നുണ്ടോ ഇല്ലേ? അച്ഛൻ വന്ന് മാപ്പ് പറയാതെ ഞാൻ വരില്ല, ഞാൻ വരില്ല. അളിയാ, കല്യാണം നടക്കില്ല. എന്താ കല്യാണം നടക്കാത്തത്? ചേച്ചി തിരിഞ്ഞു നിൽക്കുക. ചേച്ചി തിരിഞ്ഞു നിൽക്കാണ്. നീ പിടിച്ച് നേരെ നിർത്തും. നീ ഒരാങ്ങളെ. അതേ അളിയാ, ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി പറഞ്ഞു നോക്കി, ഒരു തരത്തിലും അടുക്കണില്ല. എന്തിനാ അളിയാ വെറുതെ അല്ലറ ചില്ലറ കാര്യം പറഞ്ഞ് പിണങ്ങി നിൽക്കണേ? അളിയനൊന്നും അങ്ങോട്ട് വന്ന് ചെറുതായിട്ടൊന്ന് മാപ്പ് പറഞ്ഞ് തീരാവുന്ന കാര്യമല്ലോ. മാപ്പോ? ഞാനോ? അല്ല, ഞാൻ മാപ്പ് പറയണമെന്ന് അവള് പറഞ്ഞോ? അല്ല, ചേച്ചി പറഞ്ഞിട്ടല്ല, ഞങ്ങള് പറയാ. ഞങ്ങളോ? അതാരാ ഞങ്ങള്? ഞങ്ങളെന്നെ. അതെ അച്ഛാ, വെറുതെ വാശി പിടിക്കാൻ നിൽക്കല്ലേ വന്നേ. ഞാൻ വരത്തില്ലെന്ന് വെച്ചാൽ വരത്തില്ല. അതെന്താ വരുന്നില്ല എന്ന് പറയണത്? എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന്. എന്റെ അച്ഛ അമ്മയല്ലേ, ഒന്ന് വന്നേ. വരില്ലെന്ന് വെച്ചാൽ വരില്ല. അപ്പൊ അച്ഛന് കല്യാണം വേണ്ട? വേണ്ടെന്ന് വെച്ചാൽ വേണ്ടല്ല. വേണ്ട. ആ അച്ഛന് വേണ്ടെങ്കിൽ വേണ്ട. അമ്മാവാ, നമ്മൾ ക്ഷണിച്ചനുസരിച്ച് ഒരുപാട് ചേച്ചിമാര് വന്നിട്ടുണ്ട്. പട്ടുസാരി മുല്ലപ്പൂവൊക്കെ വെച്ച് ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്ത് മണ്ഡപം വെറുതെ എടുക്കണം. അമ്മാവൻ കെട്ട്. അങ്ങനെ പറ്റില്ലല്ലോ. നീ ഉണ്ടാക്കണ സദ്യക്കൊക്കെ പെണ്ണ് കെട്ടാൻ നടക്കുക. ഞാൻ എന്താ പറഞ്ഞത് തെറ്റ്? ഈ നാട്ടുകാരെ മുഴുവനെ വിളിച്ചു വരുത്തിയിട്ട് ആരെങ്കിലും ഒരു മെനക്കെട്. എന്താ നീ പറയണ്? കട്ടോനെ കിട്ടിയില്ലേ, കിട്ടിയോനെ പിടിക്കുക. ഒക്കെ ശരിയായി, ഒക്കെ ശരിയായി. ശരിയായ അമ്മ സമ്മതിച്ചാ? സദ്യ വരുന്നതിന് എന്തിനാ അമ്മ സമ്മതിക്കണേ? സദ്യ വരെ സദ്യ ഒന്ന് അവരുടെ വണ്ടി തന്നെ കൊണ്ടുവന്ന് മങ്ങിയമ്മ. ഇവിടുത്തെ കാര്യം എന്തായി? ഇവിടെ എന്താ അച്ഛൻ ഇരിക്കണു, വരുന്നില്ല. അച്ഛനിങ്ങ വന്നപ്പോ കല്യാണം കഴിക്കാ പറയണേനൊരു പരിധി ഉണ്ട് കേട്ടോ അളിയാ. വരുണ്ടെങ്കിൽ വരിക, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും. ആ കസാരം കൊണ്ട് പിടിച്ചടാ. എനിക്ക് മ്യൂസിക് വേണോ? സീതാലക്ഷ്മി, അല്ല നീ എന്തോ ഈ കാണിക്കുന്നത്? അല്ല എനിക്കറിയാൻ മേത്തോണ്ട് ചോദിക്കുക. ഇടീ സമയമായെന്ന് നീ കൊണ്ടിറങ്ങി വന്നേ. വരാൻ സൗകര്യമില്ല. എന്താ ഇപ്പോഴോ? കേട്ടോടാ, അതാ എനിക്ക് സൗകര്യമില്ല. ഇതൊരു നടക്ക് പോകൂല്ലോ കേട്ടോ. എന്താ രണ്ടെണ്ണോ? ഇതെന്താ അമ്മ അച്ഛന് കുട്ടികളെ കളിക്കണോ? അച്ഛാ, അമ്മേ,
മക്കൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ നിങ്ങളോട് പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞങ്ങളെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക എന്ത് വേണമെങ്കിൽ ചെയ്തോ. നാട്ടുകാരെ മുഴുവൻ അവിടെ വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരും ഉമ്മറത്ത് വന്നിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ ഞങ്ങൾ നാണം കെടും. ഒരു കാര്യം ചെയ്യടാ, വന്ന ആളുകൾക്ക് മുഴുവൻ സദ്യ കൊടുത്തിട്ട് ഇവിടെ കല്യാണം വലിയൊരു ചുക്കൂലെന്ന് പറയാം. അത് മതി. അമ്മ വരേണ്ട നാണം കെടാ. ഇവരുടെ കല്യാണക്കാരും പറഞ്ഞിട്ട് എത്ര ഞാൻ നാണം കെട്ടേക്കണോ നാട്ടുകാരുടെ മുമ്പിൽ. നീ നാണം കെട്ടാ പോവാ. വന്ന ഒരു നാണം കെടാ. അവിടെ കേട്ടെ. ഞാൻ കാണും എൻ്റെ മക്കൾ നാണം കെടുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ കാരണം എൻ്റെ മക്കൾ നാണം കെടുന്നത് എനിക്കും ഇഷ്ടമല്ല. എങ്കിൽ പറ, എൻ്റെ വാച്ച് എവിടെ? താങ്കളുടെ വാച്ച് അപ്പം നീ തൊളിപ്പിച്ച് വെച്ചിരുന്നാന്നോ? ഇത് എൻ്റെ വാലിരിക്കുന്നൊന്നും കേൾക്കരുത് കേട്ടോ. ഒളിപ്പിച്ച് വെച്ചൊന്നും അല്ല, ഞാനിപ്പോൾ തപ്പിയെടുത്തതാ. അതോ? പങ്കിയമ്മ, ഒരു 15 മിനിറ്റോടെ നമ്മൾ നോക്കുക. അതിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ കല്യാണം നടക്കും. ഇല്ലെങ്കിൽ നമ്മൾ ആളുകൾക്ക് സദ്യം കൊടുത്തിട്ട് ഈ സംഗതിയെ പിരിച്ചോളൂ. സദ്യ വിളമ്പാൻ വരട്ടെ. ഏതായാലും കുമാരി ഒരുങ്ങിയിരിക്കാനല്ല, ഇതിലാരെങ്കിലും ഭേദപ്പെട്ടവരെ കൊണ്ട് ചടങ്ങങ്ങാട് നടക്കട്ടെ. എന്തായി വേസ്റ്റ് ആക്കണ്ടല്ലാടി. വേണമെങ്കിൽ കെട്ടിക്ക് മണ്ട പൊഴിഞ്ഞെടുക്കല്ലേ. തിരുമേനി, എന്തേലും ചൊല്ലാണ്ടെങ്കിൽ നേരത്തെ ചൊല്ലി വെച്ചോ. ചിലപ്പോ നേരം കിട്ടിയില്ലെങ്കിലോ വരുമ്പോ. എല്ലായിടത്തും ഒന്ന് തന്നെയല്ലേ ചൊല്ലണത്. അതാ മനോരെ. എടാ, നീ എവിടെ പോയി കിടക്കായിരുന്നത്? നിന്നെ 3-4 ഉത്തരവാദിത്തം ഞാൻ ഏൽപ്പിച്ചാണ്. എന്റെ മോലാളി, നമ്മൾ ലക്ഷ്മിച്ചിയുടെ വീട്ടിലെ കേബിള് പോയിനി. ആടെ പോകുമ്പോ കാടൊരു പാമ്പ്, അതിനെ നമ്മളെല്ലാം കൂടി തച്ചു കൊന്നു. അതാ വൈദ്യ മോലാളി. എന്നെ കല്യാണം കഴിഞ്ഞ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. നീ വരാൻ നിൽക്കായിരുന്നു. നന്നായി. നിന്നെ കാണാതെ അച്ഛനും അമ്മ ഇറങ്ങൂലെന്ന്. മനോരം വന്നല്ലോ, വിളിക്കവരാ. വരൂ. ആ അതെ വന്ന്.